ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേരമീൻ കറി തയ്യാറാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കിലോ വരുന്ന കേരമീനാണ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറിയ പീസായിട്ടൊക്കെ നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഒരുപാടങ്ങ് മൂത്ത് പോവുകയും വേണ്ട. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പോളം ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാക്കിയേക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കണം. കൂടെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും കൂടെ ഇട്ടേക്കണം. അപ്പോൾ ചെറിയ ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളക് ഞാൻ ചേർക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു 3-4 കാന്താരിയും കൂടെ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ കാന്താരിയും ഒരു പച്ചമുളകും കറിവേപ്പിലയും കൂടെയാണ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. അപ്പോൾ പൊടികൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ്. കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്താണ് ചേർത്തിരിക്കുന്നത്. മല്ലിപ്പൊടിയും ഒരു 2.5 ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കളറുള്ള മുളക് പൊടിയാണെങ്കിൽ പിന്നെ നമുക്ക് അധികം കറിക്കാണെങ്കിൽ അധികം എരിവും ഉണ്ടാകത്തില്ല. പിന്നെ കൂടെ നമ്മളിപ്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. അതുകൊണ്ട് നമുക്ക് മുളക് പൊടി അല്പം കളറുള്ളത് ചേർക്കുന്നതായിരിക്കും നല്ലത്. കറിക്ക് നല്ല കളർ കിട്ടും. അപ്പോൾ ഇതെല്ലാം അതിലേക്ക് പൊടികളൊക്കെ ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 4 പീസ് കുടംപുളിയും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. മീൻ അതിലേക്ക് മീനിൻ്റെ പീസസൊക്കെ അതിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പുറകെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് ഗ്രേവി എത്രത്തോളം വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യുന്ന സമയത്ത് തീ വളരെ കുറച്ച് വയ്ക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മുളക് പൊടി ഒന്ന് വഴറ്റി കൊടുത്താലും മതി. മുളക് പൊടി കരിഞ്ഞു പോയിന്ന് നമുക്ക് കറിയുടെ ആ നല്ല ഒരു ടേസ്റ്റ് കിട്ടാതെ പോകും. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. വീട്ടമ്മമാർക്കൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ നല്ലൊരു ധാരണയുണ്ടാകും. പക്ഷേ പുതിയതായിട്ട് കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന എൻ്റെ മോളെ പോലെ മീൻകറി വെക്കാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതൊക്കെ അറിയണമെന്നില്ല. അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് മീൻ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കണേ. മീൻകറി വെക്കാൻ തുടങ്ങുന്ന സമയത്ത് അതിൽ ചേർക്കേണ്ട എല്ലാ സാധനങ്ങളും അടുപ്പിച്ച് വെച്ചിട്ട് നമ്മൾ കറി ഉണ്ടാക്കാൻ തുടങ്ങണം. അപ്പോൾ തവി കൊണ്ട് നമുക്ക് ആ കഷ്ണങ്ങളെല്ലാം ഒന്ന് ഗ്രേവിയിൽ മുങ്ങിക്കിടക്കത്തക്ക വിധം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് നമുക്ക് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതേ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ഒന്നുകൂടെ വറ്റിച്ചെടുക്കണം. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. 2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അത് നല്ലൊരു ഫ്ലേവറാണ്. കറി വറ്റി വരുന്ന സമയത്ത് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കറിവേപ്പില ഇട്ട് കൊടുക്കാനായിട്ട് എൻ്റെ കൈ കുറച്ചേ ഉണ്ടാകുള്ളൂ. അത് ആദ്യം ഞാൻ ഇട്ട് കൊടുത്തു പോയി. കറിവേപ്പില ഉണ്ടെങ്കിൽ കറി വറ്റി വരുന്ന ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ.